ട്രീറ്റ് ചെയ്യാതെ മാറ്റി വെച്ച പ്രിസ്ക്രിപ്ഷന്റെ വലിയ ഭാണ്ഡക്കെട്ടുമായിട്ടായിരിക്കും പ്രവാസി നാട്ടിൽ പോകുന്നത്. 5 വർഷം വീട് വെക്കണം, പെങ്ങളെ കെട്ടിക്കണം, നാട്ടിൽ പോകണം. ആ പറഞ്ഞ ആളിപ്പോ 15 വർഷമായി ഇവിടെ ഉണ്ട്. പ്രവാസിയുടെ കുപ്പായിട്ടാലേ ഇവിടുന്ന് പോകാൻ പറ്റില്ല. അധ്വാനിക്കുന്നില്ലേ? അധ്വാനിക്കുന്നുണ്ട്. എല്ല് മുറുകയല്ല, ശരീരത്തിന്റെ എല്ലാ ഭാഗവും മുറിഞ്ഞ് പണിയെടുക്കുകയാണ്. എന്നിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമുക്ക് നേടാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ അതിന്റെ മോഡൽ കണ്ടുപിടിക്കണം. നമ്മളെ ഉപ്പമാരൊക്കെ 30-40 വർഷമൊക്കെ അത് കഴിഞ്ഞ് വീണ്ടും പ്രായമായി നാട്ടിൽ പോയി വയസ്സായി നാട്ടിലുണ്ട്. നമ്മൾ അങ്ങനെ പോയാൽ മതിയോ, അതോ എന്തെങ്കിലും പുതിയൊരു കോൾ എടുക്കണോ? നമ്മൾക്കും ഉണ്ടാവില്ല ചില ആഗ്രഹങ്ങൾ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി, നമ്മൾ കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരിടം, നമ്മൾ ഉടുക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് വസ്ത്രങ്ങൾ, കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചില ഫുഡ്, ഇതൊക്കെ പ്രവാസി എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരു 80% ഉണ്ടാവില്ല. കാരണം 1500 ദിറംസ് സാലറി കിട്ടിയാൽ 2000 ദിറംസ് നാട്ടിലേക്ക് കടവും കൂടെ മേടിച്ച് നാട്ടിൽ ചവിട്ടും. മലയാളികൾ എങ്ങനെ? നേരെ മറിച്ച് ഫിലിപ്പിനോയൊക്കെ ശ്രദ്ധിച്ചറിയാം, അവർക്ക് 1500 കിട്ടിയാൽ അവർ 2000 ഇവിടെ ചിലവാക്കും, ഇല്ലേ? എല്ലാവരും നമ്മളെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രവാസിയുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾ എപ്പോഴും വരാറുണ്ട്, ഇടുക്കം വരാറുണ്ട്. നമ്മൾ എവിടേക്കോ കേട്ടിട്ടുണ്ട് എന്തെങ്കിലും നേടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തണമെന്ന്. അങ്ങനെ പറഞ്ഞ് ഇപ്പൊ നേട്ടമൊന്നുമില്ല, നഷ്ടം മാത്രമേ ഉള്ളൂ.